ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ റോൾ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കഴുകി നീട്ടനെ അരിഞ്ഞു വെച്ച ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റിന് വെക്കുക കേട്ടോ. റെസ്റ്റിന് വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഈ റെസ്റ്റിന് വെച്ച ചിക്കൻ അതിലിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സ്പൂൺ കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അത് പൊട്ടി വരുന്നുണ്ടെങ്കിൽ അത്ര വേവ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാണ്ട് ഹാർഡാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഗെസ് ദി സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ റോളാണ് കേട്ടോ അത്. നമുക്കിതിൽ വഴിയെ നോക്കാം എന്താണ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത്. അപ്പോൾ ചിക്കൻ വെന്ത് വരുമ്പോൾ നമുക്കതിൽ 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന്, ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഇടിയൻ ചക്ക. അത് വേവിച്ച് വെച്ചത്, അതേപോലെ തന്നെ മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്. ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ. ഇത് ഹോം മെയ്ഡ് ചപ്പാത്തി തന്നെയാണ്, മൈദയും ഗോതമ്പ് പൊടിയും വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മളൊരു ബൗളിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഹോം മെയ്ഡ് മയണൈസും പിന്നെ ഹോം മെയ്ഡ് ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല, ആ റോളിന് വേണ്ട ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അത്രയും പ്രചോദനം പിന്നെയും വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പകുതി ചെറുനാരങ്ങ അത് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. കുരുപ്പെടാണ്ടാക്കണം കേട്ടോ, ഇതിൽ കുരുപ്പെട്ടുണ്ട്, അത് ഞങ്ങൾ എടുത്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കുക, പുളി ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ടും വീഴ്ത്താം, അല്ല പുളി ഇഷ്ടമില്ലെങ്കിൽ പകുതി മതി. പുളി ഉള്ളതാണ് ആ റോളിനൊരു രസം. പിന്നെ നമ്മൾ ഇടിയൻ ചക്ക വേവിച്ച് വെച്ചതാണത്, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനും നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ്, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ പിന്നെ കടച്ചക്ക വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി ഉപ്പ്. പിന്നെ കെച്ചപ്പ് വീഴ്ത്തുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയണൈസ് അതിലൊഴിച്ച് കൊടുക്കുക. മയണൈസും കെച്ചപ്പും നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ, ഓരോരുത്തർക്ക് മയണൈസ് കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, അതുപോലെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ റോള് തയ്യാറാക്കാനായിട്ട് ചപ്പാത്തിയിലേക്ക് മയണൈസും കെച്ചപ്പും ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് പരത്തി സെറ്റാക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസും ചിക്കനും ഇടിയൻ ചക്കയും എല്ലാം കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മിക്സ് അതിൽ ഇട്ട് കൊടുക്കുക. അപ്പം നീട്ടനെ ഇട്ട് കൊടുക്കുക, അപ്പോഴാണ് റോൾ ചെയ്യാനായിട്ട് ഇത്തിരി കൂടിയും നല്ല റോളായിട്ട് കിട്ടുക. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ 2 സൈഡും ഉള്ളിലേക്കും കൂടിയും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴ്ത്തിക്കൂടെയൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഐഡിയ പോലെ അത് സെറ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ വെറൈറ്റി ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലത് പരീക്ഷിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല കിടിലൻ ടേസ്റ്റാണ്.